Hello, good afternoon everyone. So, Nehru Group of Institutions underla ഞങ്ങൾ നടത്തുന്ന ഈ പർട്ടിക്കുലർ ഓൺലൈൻ കോഴ്സിൻ്റെ പാർട്ടിസിപ്പൻസായി എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരോടും ബിഗ് ഹായ്. ഈ ഒരു പർട്ടിക്കുലർ ഓൺലൈൻ കോഴ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് സി പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, ആൻഡ് ഐ ആം മൈസെൽഫ് വൈശാഖൻ. I'm assistant professor at CSE department at NCRC, Nehru College of Engineering and Research Center, Pampadi. ഇവിടെ ഈ സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് for the last 3 years I am handling this particular subject. So before moving on to our particular online course, I need to brief you something about what we are actually going to learn. എന്താണ് ഈ ഓൺലൈൻ കോഴ്സിൽ പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൻ്റെ കുറച്ച് ഔട്ട്ലൈൻസും ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് തരാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ എന്തുകൊണ്ടാണ് സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് എടുത്തു വെച്ചാൽ, നിങ്ങൾ ടെക്നിക്കലി ഏതൊരു പർട്ടിക്കുലർ സ്ട്രീം നോക്കിയാലും, ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്ട്രീം നോക്കിയാലും അല്ല ഈ പറഞ്ഞ പോലെ BSc കമ്പ്യൂട്ടർ സയൻസ് പോലത്തെ സ്ട്രീമുകൾ നോക്കിയാലും എഞ്ചിനീയറിംഗ് സ്ട്രീമിൻ്റെ ഏത് സ്ട്രീംസ് നോക്കിയാലും ഈ ഒരു ലാംഗ്വേജ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കും. ഓക്കെ, സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് നിങ്ങൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ഏത് എഞ്ചിനീയറിംഗ് സ്ട്രീം ആയിക്കോട്ടെ, ഈ ഒരു ലാംഗ്വേജ് എല്ലാവരും പഠിക്കുന്ന ലാംഗ്വേജാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഡോമിനൻസ് വരുന്നത് IT സെക്ടേഴ്സാണ്. ഓക്കെ, ആ IT സെക്ടേഴ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ട്രീമിലെ ആളുകളും അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് സി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എല്ലാ സിലബസിൻ്റെയും ഭാഗമായിട്ട് ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റീസും കൂടുതൽ പ്രഷറൈസ് ചെയ്ത് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഈസ് വെരി ഹൈ. ഓക്കെ, മേ ബി ഇൻ ഫ്യൂച്ചർ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക, പക്ഷേ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസ് കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാവുന്ന വൺ ഓഫ് യുവർ ലാംഗ്വേജസ് ഓഫ് കോഴ്സ് സി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈൻ കോഴ്സിന് സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള കാരണം. ആൻഡ് ഇവിടെ നമ്മൾ കുറേ ബേസിക് കൺസെപ്റ്റുകളായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഈ പർട്ടിക്കുലർ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിൽ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം, ബയോളജി സയൻസ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അതർ സ്ട്രീംസിലുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം. എല്ലാ സ്ട്രീംസിലുള്ള സ്റ്റുഡൻസിനും മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും ബേസിക് കൺസെപ്റ്റുകൾ തൊട്ടിട്ടാണ് നമ്മൾ സി പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് ദിസ് 5 day കോഴ്സസ് ആർ കംപ്ലീറ്റ്, 5 ദിവസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു സി പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ഒരു പുതുമ നിങ്ങൾക്ക് തോന്നരുത്. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ സെഷനിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ബേസിക് കൺസെപ്റ്റുകൾ, ഓക്കെ, ഇത് എന്തൊക്കെയാണ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുക. ഇതാണ് നമ്മളുടെ മെയിൻ എയിം ഓഫ് ദിസ് പെർട്ടിക്കുലർ 5 day കോഴ്സ്. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു വാസ്റ്റ് സിലബസാണ് സി പ്രോഗ്രാം പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. വാസ്റ്റ് സിലബസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 5 daysൻ്റെ ഉള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ബേസിക് കൺസെപ്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്കിത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഈ പെർട്ടിക്കുലർ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഞാൻ തരുന്ന കൺസെപ്റ്റുകളെല്ലാം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട്. സി പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടർബോ സി, ഡേവ് സി, ഓൺലൈനിൽ തന്നെ ഒരുപാട് മീഡിയംസ് ഉണ്ട്. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അവിടെ പോയിരുന്ന് പ്രോഗ്രാം ചെയ്യാവുന്ന ഒരുപാട് മീഡിയംസ് ഉണ്ട്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സെഷൻസിൽ ഞാനെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഡേവ് സി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡേവ് സി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർഫേസ്. സോ ഇവിടെ ഇഫ് യു ക്രിയേറ്റ് എ ന്യൂ സോഴ്സ് ഫയൽ, സോ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആക്ച്വലി പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യാനുണ്ട്. ഓക്കെ, സോ ബിഫോർ മൂവിങ് ഓൺ ടു ദാറ്റ്, ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, സി ലാംഗ്വേജിൻ്റെ ഇൻട്രൊഡക്ഷൻ. ആൻഡ് ഫ്രം ദെയർ ഓൺ നമ്മൾ അതിൻ്റെ ഓരോ കൺസെപ്റ്റുകളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പറയുന്നുണ്ടാവുക. ഓക്കെ, ഐ ഹോപ്പ് എവ്രി വൺ എൻജോയ് മൈ ക്ലാസ്. ഓക്കെ, സോ എന്തുകൊണ്ട് സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ്? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഐഡിയ, വാട്ട് ഈസ് ആക്ച്വലി എ ലാംഗ്വേജ്? ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോർമലി ലാംഗ്വേജ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക.
അല്ലേ, വേറൊരാളുമായിട്ട് നമ്മളുടെ ആശയവിനിമയം നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു മീഡിയമാണ് ആക്ച്വലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇൻ ദ സെയിം വേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് ഓൾസോ എ ലാംഗ്വേജ്. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരിക്കലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ടൊന്നും തലയിൽ കയറ്റേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അതായത് നമുക്ക് കമ്പ്യൂട്ടറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു മീഡിയം വേണം. ആ മീഡിയമാണ് എന്തെന്ന് പറയുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ പല ലെവലുകളായിട്ട് ആക്ച്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മേ ബി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ 3 കാറ്റഗറിയിലാണ് അത് കൊണ്ടുവരിക. ലോ ലെവൽ, അസംബ്ലി, ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സി പ്രോഗ്രാംസൊക്കെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഹൈ ലെവൽ എന്ന് പറയുന്നത് കൂടുതൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സൈഡിലാണ് ഈ ലാംഗ്വേജുകളെല്ലാം ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ലാംഗ്വേജുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ് ആക്ച്വലി സി പ്രോഗ്രാംസ് പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വെൻ യു മൂവ് ഓൺ ടു യുവർ ഹിസ്റ്ററി ഓഫ് യുവർ സി ഈസ് എ സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ ഡെന്നിസ് റിച്ചി ഇൻ 1973 അറ്റ് ബെൽ ലബോറട്ടറി. സോ ഒരുപാട് പഴക്കമുള്ള ലാംഗ്വേജാണ്. ഓക്കെ, 1973 ഈ പെർട്ടിക്കുലർ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജിന് ഒരുപാടെണ്ണമുണ്ട്. ജാവ, യുവർ C++, സംതിങ് ലൈക്ക് യുവർ C itself, C++, Java, you will have your Python is very important or very much applicable kind of language. ഒരുപാട് ലാംഗ്വേജസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പോലും എല്ലാവരും സീനെയാണ് അല്ലെങ്കിൽ C++നെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസ് കൺസെപ്റ്റുകൾ പഠിക്കാൻ ഏറ്റവും എളുപ്പമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ലാംഗ്വേജാണ് സി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതിന് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വന്നത്. കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സി പ്രോഗ്രാമിന്. ഓക്കെ, സ്ട്രക്ചറൊന്നും ഇല്ലാത്ത ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സി പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ പൈത്തണൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൈത്തൺ പോലത്തെ ലാംഗ്വേജുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം. ഓക്കെ, വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. കാരണം സിയിലുള്ള അത്രയും കോംപ്ലക്സിറ്റി പോലും പൈത്തണിലില്ല. പക്ഷേ എന്തുകൊണ്ടാണ് സി നമ്മൾ ആദ്യം പഠിക്കുന്നതെങ്കിൽ ഒരുവിധം എല്ലാ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ബേസ് കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് ലൂസ്ലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സ്ട്രക്ചേർഡ് കൈൻഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് മോസ്റ്റ് പോപ്പുലർ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ടുഡേ ബിക്കോസ് ഓഫ് ഇറ്റ് സ്ട്രക്ചർ ഇറ്റ്സെൽഫ്. ആൻഡ് ഇറ്റ് ഈസ് എ റോബസ്റ്റ് ലാംഗ്വേജ്. റോബസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഫങ്ഷൻസ് ബിൽഡ് ഇൻ ആണ്. ഓക്കെ, അതായത് ഒരു ചെറിയ വേർഡ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതിയായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി ആ സി ലൈബ്രറിയുടെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോർ ചെയ്ത് ആണ് ബിൽഡ് ഇൻ ഫങ്ഷൻസ് എന്നുണ്ട്. ഒരുപാട് ബിൽഡ് ഇൻ ഫങ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ വേർഡ് മാത്രം ചെയ്താൽ മതി. അതിൽ എന്ത് നടക്കണം എന്നുള്ളതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തോളും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് കാണുന്നത്. ഇറ്റ് ഈസ് എ റിച്ച് സെറ്റ് ഓഫ് ബിൽഡ് ഇൻ ഫങ്ഷൻസ് ആൻഡ് ഓഫ് കോഴ്സ് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ സി ആർ എഫിഷ്യൻറ്റ് ആൻഡ് ഓഫ് കോഴ്സ് fast. When you compare with other normal languages, C is much more efficient and of course first. Okay, now the first topic is different parts of C program. So നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സി പ്രോഗ്രാമിനെ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകാം. ഓക്കെ, ആ പല സെക്ഷൻസാണ് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെഷൻസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മെയിൻലി സി പ്രോഗ്രാമിനെ ഇങ്ങനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രീ പ്രോസസ്സർ, second one header file, third one functions, fourth one variables, fifth one statements and expressions, and of course the last one is what we call as comments. Okay, preprocessor, header file, function, variables, statements and expressions, comments. Okay, ഇങ്ങനെ 6 ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിൽ സി വൺ ബൈ വൺ. ഫസ്റ്റ് വൺ preprocessor and header file. Okay, ഏതൊരു സി പ്രോഗ്രാമിലും നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്ന കാര്യമാണ് പ്രീ പ്രോസസ്സറും ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ എടുത്താലും ഈ പ്രീ പ്രോസസ്സറും ഹെഡർ ഫയലും നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിയാൽ ഹാഷ് ഇൻക്ലൂഡ്, ഈ ഒരു വാക്ക് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് ഏത് സി പ്രോഗ്രാമിങ്ങിലും ആദ്യത്തെ ഒന്നാണ്. അപ്പോൾ നമുക്കവിടെ ഡേവ് എടുത്ത് നോക്കാം. സോ ഡേവിൽ ഇപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം എന്തായിരിക്കും കൊടുക്കുക? ഹാഷ് ഇൻക്ലൂഡ് എന്നാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ,
ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വേർഡ് ഓഫ് എനി സി പ്രോഗ്രാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രീ പ്രോസസ്സർ. ആ വേർഡിനെയാണ്, ഒരുപാട് പ്രീ പ്രോസസ്സേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന കുറച്ച് ബേസിക് കൺസെപ്റ്റുകളാണ്. ഒരുപാട് പ്രീ പ്രോസസ്സേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീ പ്രോസസ്സറാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടാസ്ക് ഓഫ് പ്രീ പ്രോസസ്സർ ഇസ് ടു ഇനീഷ്യലൈസ് ദ എൻവയോൺമെൻറ്റ് ഓഫ് പ്രോഗ്രാം. അതായത് ഈ പ്രീ പ്രോസസ്സർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് അവിടെ ക്രിയേറ്റ് ചെയ്യും, സി പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് എന്ത് ചെയ്ത് കൊടുക്കും, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എങ്ങനെ ശരിക്കും വർക്ക് ചെയ്യുക വെച്ചാൽ, നിങ്ങൾ കോഡ് ചെയ്യും. അതായത് നിങ്ങൾ പ്രോഗ്രാം മൊത്തം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പൈൽ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, കമ്പൈൽ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ടാസ്ക് ഓഫ് പ്രീ പ്രോസസ് ഇസ് ടു ഇനീഷ്യലൈസ് ദ എൻവയോൺമെൻറ്റ് ഓഫ് ദ പ്രോഗ്രാം ആൻഡ് ലിങ്ക് ദ പ്രോഗ്രാം വിത്ത് ഹെഡർ ഫയൽസ് റിക്വയർഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പൈൽ സ്റ്റെപ്പ് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ആദ്യത്തെ ലൈന് നമ്മൾ എന്താ കാണുക, ഈ പ്രീ പ്രോസസ്സറല്ലേ നമ്മൾ കാണുക, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈനിൽ കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ കമ്പൈലർ എന്നാണ് പറയുക, എറേഴ്സ് ചെക്ക് ചെയ്യുന്ന ആളുടെ പേര് കമ്പൈലർ എന്നാണ്. അപ്പോൾ കമ്പൈലർ മനസ്സിലാക്കുക, ഓക്കെ ഇതൊരു സി പ്രോഗ്രാമാണ്. ഓക്കെ, സോ ആ വർക്കാണ് ആക്ച്വലി ആര് ചെയ്യുന്നത്, പ്രീ പ്രോസസ്സർ ചെയ്യുന്നത്. സി പ്രോഗ്രാം വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി നോക്കിയേ, ടു ലിങ്ക് ദ പ്രോഗ്രാം വിത്ത് ദ ഹെഡർ ഫയൽസ് റിക്വയർഡ്. അപ്പോൾ ഏതൊക്കെ ഹെഡർ ഫയലുകളാണ്, അപ്പോൾ അതിന് മുമ്പ് എന്താ അറിയണം, ഹെഡർ ഫയൽ എന്താണെന്ന് അറിയണം. എ ഹെഡർ ഫയൽ ഇസ് എ കളക്ഷൻ ഓഫ് ബിൽഡ് ഇൻ ഫങ്ഷൻസ് വിച്ച് വി ക്യാൻ ഡയറക്ട്ലി യൂസ് ഇൻ അവർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹെഡർ ഫയൽസ് സീക്കുന്നുണ്ട്. ഓക്കെ, അത് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു പാക്കേജ് പോലെ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ജാവയിൽ അതിന് പാക്കേജ് എന്നാണ് പറയും. ഓക്കെ, സോ എന്താണ് ഒരു ഹെഡർ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹെഡർ ഫയലിനെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹെഡർ ഫയലിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. ആ ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹെഡർ ഫയലിൽ കുറേ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാം, ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ഹെഡർ ഫയലാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടി അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുന്നല്ലേ. ഷോ യു ഫസ്റ്റ് വൺ, stdio.h എന്നാണ് നമ്മൾ ആ ഹെഡർ ഫയലിന് പറയുക. ഒരുവിധം എല്ലാ സി പ്രോഗ്രാമിങ്ങിലും ഇത് വേണം. ഒരുവിധം എന്നല്ല, എല്ലാ സി പ്രോഗ്രാമിലും ഈ ഒരു ഹെഡർ ഫയൽ നിർബന്ധമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വേറെയും ഹെഡർ ഫയലുകൾ ഉപയോഗിക്കാം, പക്ഷേ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഹെഡർ ഫയലാണ് stdio. ഇതിൽ stdio എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ്. മനസ്സിലായോ? അതായത് നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും ഇൻപുട്ട് വരിക അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുക ആരാണ്, ഈ ഹെഡർ ഫയലാണ്. ഓക്കെ, അത് നമ്മൾ ഏറ്റവും ആദ്യം പ്രോഗ്രാമിൽ കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞ്, പ്രീ പ്രോസസ്സറാണ്, ഹാഷ് ഇൻക്ലൂഡ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൊടുക്കണം, ഹെഡർ ഫയലിനും കൂടി കൊടുക്കണം. അപ്പോൾ ഹെഡർ ഫയൽ കൊടുക്കുമ്പോൾ നമ്മളത് ചെയ്യുക ആങ്കുലർ ബ്രാക്കറ്റിലാണ്. ഓക്കെ, ഇതിനെയാണ് ആങ്കുലർ ബ്രാക്കറ്റ്. നമ്മൾ സ്മോൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ അല്ലേ, അതിനാണ് ആങ്കുലർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ടെണ്ണം ടൈപ്പ് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ഇട്ടപ്പോൾ തന്നെ എന്ത് വന്നു, ക്ലോസിങ് അതിൻ്റെ കൂടെ വന്നത് കണ്ട. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഈ ഡേവിൻ്റെയൊക്കെ പ്രത്യേകതയാണ്. ഓക്കെ, നമ്മൾ അഥവാ മറന്നുപോയാലും അയാൾ കൃത്യമായിട്ട് ചെയ്തോളും. ഓക്കെ, ശരിക്കും ഒരു ആംഗുലർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ആംഗുലർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രീ പ്രോസസ്സറാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൊണ്ടും കൊടുക്കും, നമ്മുടെ ഹെഡർ ഫയലിനും കൂടി കൊടുക്കും. സോ stdio.h ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ പ്രീ പ്രോസസ്സറും അതുപോലെ തന്നെ ഹെഡർ ഫയൽ. ഒരുപാട് ഹെഡർ ഫയൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഹെഡർ ഫയൽ വേണമെന്നിരിക്കാം. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡർ ഫയലുണ്ട്, stdlib.h എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മാത്തമാറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ യു ക്യാൻ പ്രൊവൈഡ് as ഹാഷ് ഇൻക്ലൂഡ് math.h. ഇവിടെ ശ്രദ്ധിക്കുക, ഈ stdio stdlib math എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതല്ല കേട്ടോ, ഇതെല്ലാം ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ stdlib എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയലാണ്. മാത്ത് എന്ന് പറയുന്നത് മാത്സിന് കറസ്പോണ്ട്, ഇപ്പോൾ സ്ക്വയർ റൂട്ട് പോലത്തെ അങ്ങനത്തേനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി math.h ആണ്.
ഇതിൽ ഈ എച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെഡർ ഫയൽ എന്നാണ്, ഫയൽ എക്സ്റ്റൻഷൻ എന്നാണ് ആ ഡോട്ട് എച്ച് എന്ന്. അപ്പോൾ നിങ്ങൾ സാധാരണ വേർഡ് ഡോക്യുമെൻറ്റ് കണ്ടിട്ടില്ലേ, .docx എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. PPT ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, .ppt എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഹെഡർ ഫയൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷനാണ് ഈ .h എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രീ പ്രോസസ്സർ ആൻഡ് ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് മെയിൻ ഫങ്ഷൻ എന്ന് പറയും. രണ്ടാമത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രീ പ്രോസസ്സറും ഹെഡർ ഫയലും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നതും മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഏത് C പ്രോഗ്രാമിലും എന്ത് വേണം, മെയിൻ ഫങ്ഷൻ വേണം. ഓക്കെ, മെയിൻ ഫങ്ഷൻ ഇല്ലാത്ത ഒരു C പ്രോഗ്രാം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, എവറിത്തിങ് ഇൻസൈഡ് ദിസ് ഫങ്ഷൻ ഇൻ എ C പ്രോഗ്രാം വിൽ ബി എക്സിക്യൂട്ടഡ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രോഗ്രാം മൊത്തം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് വിചാരിക്കാം, നമ്മൾ കമ്പൈലറിൻ്റെ അടുത്ത് കമ്പൈൽ ചെയ്യാൻ പറയും, അതായത് എറേഴ്സ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇയാൾ പോയിട്ട് എന്ത് ചെക്ക് ചെയ്യും, എൻവയോൺമെൻറ്റ് ചെക്ക് ചെയ്യുക, അതായത് #include ഏതൊക്കെ ഹെഡർ ഫയലുകൾ ചെയ്തിട്ടുണ്ട് നോക്കും. അതിനുശേഷം ഇയാൾ വരുന്നത് എവിടേക്കായിരിക്കും, ഈ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എവിടെയാണെന്ന് പറയും. അതായത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അവിടുന്നാണ് പ്രോഗ്രാം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ എവറിത്തിങ് ഇൻസൈഡ് ദിസ് ഫംഗ്ഷൻ ഇൻ എ C പ്രോഗ്രാം വിൽ ബി എക്സിക്യൂട്ടഡ്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റിട്ടേൺ ടൈപ്പ് ഓഫ് മെയിൻ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കണം. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ എന്തെങ്കിലും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, അതായത് മെയിൻ ഫംഗ്ഷൻ നിങ്ങൾ കുറച്ചുകൂടി ഹെയറൻ്റായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ ഫങ്ഷൻസ് കോൾ ബൈ എന്നൊക്കെ കൊണ്ട് നിങ്ങൾ പഠിക്കും. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മൾ പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ തന്നെയാണ്, മെയിൻ പ്രോഗ്രാമിൽ തന്നെയാണ്. ഓക്കെ, പക്ഷേ ചില കേസിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് പുറത്തേക്ക് പോകും, എന്നിട്ട് തിരിച്ച് വീണ്ടും മെയിൻ പ്രോഗ്രാമിലേക്ക് വരും. അങ്ങനത്തെ കേസുകളുണ്ട് പ്രോഗ്രാമിൽ. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഈ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് പോയി തിരിച്ച് മെയിനിലേക്ക് തന്നെ വരുമ്പോൾ എന്തെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യലോ, അത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോർമലി ബേസിക് പ്രോഗ്രാമിലൊന്നും എന്തില്ല, വാല്യൂസ് റിട്ടേൺ ഉണ്ടാവില്ല. അപ്പോൾ ഒന്നും റിട്ടേൺ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കീവേഡാണ് വോയിഡ് എന്ന് പറയും. ഓക്കെ, വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശൂന്യം അല്ലെങ്കിൽ നത്തിങ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ മെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ബ്രാക്കറ്റ് ഇടണം. ഇതിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നുമില്ല കേട്ടോ. ഇതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അങ്ങനെ ഫംഗ്ഷൻ്റെ നെയിമാണ് മെയിൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, അതേപോലെ നിങ്ങൾ ഒരു മെയിൻ ഫംഗ്ഷൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്തും കൊടുക്കണം, കേളി ബ്രാക്കറ്റുകളും കൊടുക്കണം. ഇതാണൊരു C പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരു #include എന്ന് പറയുന്നത് എന്തായിരുന്നു, പ്രീ പ്രോസസ്സർ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ഹെഡർ ഫയൽ ഉണ്ടായിരിക്കും. ഹെഡർ ഫയൽ എന്തിലാണ് കൊടുക്കുക, ആങ്കുലാർ ബ്രാക്കറ്റിലാണ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ. ഇത് ഇങ്ങനെ കൊടുത്താലും പ്രോബ്ലം ഇല്ല കേട്ടോ, വെറുതെ മെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ കുറച്ചും കൂടി നല്ല മെത്തേഡ് എന്ന് പറയുന്നത് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. അതായത് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഒന്നും അതിലേക്ക് തിരിച്ചു വരുന്നില്ല, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് തന്നെ നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോയിഡ് സ്പേസ് മെയിൻ എന്ന് പറയുന്നത്. ആൻഡ് മെയിൻ ഒരു ഫംഗ്ഷനാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഒരു ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിൻ്റെ അകത്താണ് കൊടുക്കുക, കേളി ബ്രാക്കറ്റിൻ്റെ അകത്താണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡേവിലും പ്രത്യേകത എന്താ വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേളി ബ്രാക്കറ്റ് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഡേവിൽ നമ്മൾ എന്ത് വെച്ചാൽ വെറുതെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് അതിൻ്റെ കൂടെ തന്നെ വരും. നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്ത് പോയാൽ മതി, ടൈപ്പ് ചെയ്ത്. അതാണ് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും എറേഴ്സ് വരില്ല. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ 3 കൺസെപ്റ്റുകൾ. എന്തൊക്കെയാണ്, പ്രീ പ്രോസസ്സർ, നിങ്ങളുടെ ഹെഡർ ഫയൽ, അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കമൻറ്റ്സ് എന്ന് പറയും. ഇത് നമ്മൾ കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം കമൻറ്റ് ചെയ്യുക. എന്താ കമൻറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ഒരു എന്താ പറയുക, എന്തെങ്കിലും കുറച്ച് വേർഡ്സുകൾ കമ്പൈൻ ചെയ്തൊരു സാധനം അവിടെ കൊടുക്കാം. ഓക്കെ, അതേപോലെ നമ്മൾ C പ്രോഗ്രാമിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമൻറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, കമൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് പ്രോഗ്രാമിങ്ങിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിതിലൊക്കെ കോഡാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ചിലപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ കോഡ് ചെയ്ത് വെച്ചിട്ടില്ല, അത് നിങ്ങൾക്ക് ആ വെറും കോഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അത് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക,
കമൻറ്റിങ് എന്ന് പറയാം. ഓക്കെ, മെയിൻലി 2 ടൈപ്പിലെ കമൻറ്റിങ് കൊടുക്കുക. ഒന്നെങ്കിൽ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കമൻറ്റ് ചെയ്ത് കൊടുക്കുക. എവിടെ വേണമെങ്കിലും കമൻറ്റുകൾ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഒരു ടൈപ്പ് ഓഫ് കമൻറ്റിങ് ആണ്, 2 സ്ലാഷുകൾ ഇടുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് വയ്ക്കാം, കമൻറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ 2 സ്ലാഷുകളെ കൊടുക്കണമെങ്കിൽ ഇതിന് നമ്മൾ പറയുക സിംഗിൾ ലൈൻ കമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഞാൻ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. നോക്കിയേ, ഇതെല്ലാം ഏത് കളറാണ്? ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എന്തൊരു പ്രോബ്ലം തോന്നുന്നില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് സിംഗിൾ ലൈൻ കമാൻഡാണ്. അതായത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതേ ലൈനിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കമൻറ്റ് ചെയ്യാണ്ടോ അതെല്ലാം നിങ്ങൾ ഒരേ സെൻറ്റൻസ് ആയിട്ട് നിങ്ങളോട് കൊടുത്തിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ എവിടെ കൊടുത്തിരിക്കണം? ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിരിക്കണം. ഇതാണ് സിംഗിൾ ലൈൻ. ഒറ്റ ലൈനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? കമൻറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ കമൻറ്റുകൾ ഒരിക്കലും എറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കില്ല. ഈ 2 സ്ലാഷ് കണ്ടു കഴിഞ്ഞാൽ അയാൾക്കറിയാം ഓക്കെ ഇത് കമൻറ്റാണ്, ഇത് നോക്കേണ്ട ആവശ്യമില്ല, അയാൾ ഇവിടെ വെച്ചിട്ട് നോക്കി പോകുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്താലും അത് ആരും നോക്കില്ല. എറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാർട്ട് ആരും നോക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ്സ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പ്രോബ്ലം ഇല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 2 സ്ലാഷ് ഇട്ടിരിക്കണം എന്ത് ചെയ്യുന്നതിന് മുമ്പേ, കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ്. ഇനിയിപ്പോൾ എനിക്ക് ഇതുപോലെ വേണമെന്ന് വിചാരിക്കാം, എനിക്ക് 2 ലൈനായിട്ട് തന്നെ വേണം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് കമൻറ്റിങ് ഉണ്ട്. സ്ലാഷ് സ്റ്റാർ, അതുപോലെ അത് എൻഡ് ചെയ്യുക സ്റ്റാർ സ്ലാഷ്. ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലൈനുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ മൾട്ടി ലൈൻ കമൻറ്റ് എന്ന് പറയും. അതായത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാണ്ട് വിചാരിക്കുക. അതായത് ഒരു ലൈനിൽ ഒതുങ്ങാത്ത കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു പാരഗ്രാഫായിട്ടിലൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? മൾട്ടി ലൈൻ കമൻറ്റ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗം ആരും നോക്കില്ല. ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല? നോക്കില്ല. സോ കമൻറ്റിങ് ക്ലിയർ ആയോ? സിംഗിൾ ലൈൻ കമാൻഡുകളും ഉണ്ട്, മൾട്ടി ലൈൻ കമാൻഡുകൾ. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ലാഷാണ്. മൾട്ടി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാഷ്. സിംഗിൾ ലൈൻ കമാൻഡ് എവിടെയും ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ആ ലൈനിൽ വരുന്ന എല്ലാം കമൻ്റായിട്ട് എടുക്കും. പക്ഷേ മൾട്ടി ലൈൻ ഒരുപാട് ലൈന് വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നോക്കിയേ, ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ എല്ലാം കളർ നീലയായി. അപ്പോൾ ഇതെല്ലാം എന്തായിട്ട് അത് വരെ എടുക്കുന്നത്? കമൻറ്റുകളായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യുക? സ്റ്റാർ സ്ലാഷ് എന്ന് കൊടുത്താൽ ഈ 2 എണ്ണത്തിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം കമൻറ്റുകളായിട്ടാണ് വരിക. ഓക്കെ, സോ ഇതാണ് സിംഗിൾ ലൈൻ കമാൻഡ്സുകളും മൾട്ടി ലൈൻ കമാൻഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇംഗ്ലീഷ് സെൻറ്റൻസ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കമാൻഡ്സ് എന്ന് പറയുക. ഞാനത് ഇതേപോലെ തന്നെ കിടക്കണം. ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം. ഓക്കെ, ഐ വിൽ മൂവ് ഓൺ ടു യുവർ നെക്സ്റ്റ് വൺ. സോ ഇതാണ് കമാൻഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സെമിക്കോളൻ. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. പ്രീ പ്രോസസ്സർ, ഹെഡർ ഫയൽസ്, അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ കമാൻഡ്. ഇനി ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന, ഇപ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതെല്ലാം എന്ത് തന്നെയാണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എന്ത് വെച്ച് അവസാനിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സെമിക്കോളം വെച്ചിട്ട് എന്ത് ചെയ്യണം? അവസാനിക്കണം. ഓക്കെ, സോറി, നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റുകൾ യൂസ് ചെയ്താലും അവിടെ എന്ത് വെച്ചിട്ട് അവസാനിക്കണം? സെമിക്കോളം വെച്ചിട്ട് എന്ത് ചെയ്യണം? അവസാനിക്കണം. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ചാൽ, അപ്പോൾ നിങ്ങളൊരു ലൈൻ ഇവിടെ, ഇത് ജസ്റ്റ് ആൻ എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഫോർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പ്രോഗ്രാമിൽ ഒരിക്കലും നമ്മൾ ചെയ്യില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പൈലർ ഒരിക്കലും ഇത് രണ്ടും ഒരേ ലൈനായിട്ട് അവരെടുക്കുക. കമ്പൈലറിന് അറിയില്ല ഇത് രണ്ടും സെപ്പറേറ്റ് ലൈനുകളാണെന്ന് ആർക്കറിയില്ല. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അറിയില്ല. സോ അത് അറിയാൻ വേണ്ടി നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാലും എന്തിടണം? സെമിക്കോളൻ ഇടണം. ഓക്കെ, സോ അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുമ്പോഴും അതിൻ്റെ അണ്ടറിൽ എന്ത് കൊടുത്തിരിക്കണം? സെമിക്കോളൻ കൊടുത്തിരിക്കണം. Okay, absence of semicolon at the end of statement will mislead the compiler to think that the statement is not yet finished. So ആ സ്റ്റേറ്റ്മെൻറ്റ് തീർന്നിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും ആർക്ക് പോവുക?
കമ്പാലറിലേക്ക് പോകും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും എന്താണ്, അപ്പം മെയിൻ പോലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കണം, ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എന്തിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ പാടുമോ, കേളി ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ പാടുമോ. അതിൽ വരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കഴിഞ്ഞിട്ടും എന്ത് വേണം, സെമിക്കോളൻ വേണം. ഓക്കെ, സോ ഇതാണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പോകുന്നത് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ എന്തിനാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ വാല്യൂസ് വരുമല്ലോ, വരില്ലേ? ആ വാല്യൂസ് എല്ലാം നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ, വേണ്ടേ? ഇപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറയാമെന്നായിരിക്കും. അപ്പോൾ ഒരു നമ്പറും വരും, രണ്ടാമത്തെ നമ്പറും വരും, ഇത് രണ്ടും ആഡ് ചെയ്യും, ആ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂവും വരും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് വെക്കേണ്ടി വരും, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമുക്ക് എന്തുള്ളത്, ഈ കമ്പ്യൂട്ടറിൽ മെമ്മറീസ് ഉള്ളത്. ഇങ്ങനെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മെമ്മറീസ് ഉണ്ടാവുക. പക്ഷേ പ്രോഗ്രാമിൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ്ലി ഈ വാല്യൂവിനെ എങ്ങോട്ട് സ്റ്റോർ ചെയ്യില്ല, മെമ്മറീസിലേക്ക് സ്റ്റോർ ചെയ്യില്ല. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുക, വേരിയബിൾസ് എന്ന് പറയുക. സി വേരിയബിൾ ഈസ് എ നെയിംഡ് ലൊക്കേഷൻ ഇൻ എ മെമ്മറി വേർ എ പ്രോഗ്രാം ക്യാൻ മാനിപ്പുലേറ്റ് ദ ഡാറ്റ. അതായത് ഇപ്പോൾ ഞാൻ 2 നമ്പറുകൾ ആഡ് ചെയ്യാൻ പോകുന്നതായിരിക്കും. ഇപ്പോൾ മേ ബി 10ഉം 5 എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് ഞാൻ അങ്ങോട്ട് ആഡ്. അങ്ങനെയാണെങ്കിൽ 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം, 5 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇനി ഇത് രണ്ടും കൂടി സം ചെയ്തു, 10 + 5 എത്ര വാല്യൂ വരിക, 15 വരും. ആ വാല്യൂ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. ഈ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എവിടെയാണോ അതിനെ നമ്മൾ എന്തെന്ന് പറയുക, വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ, വേരിയബിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താണ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ നമുക്കെന്താ പറയുക, ഒരു സെറ്റ് ഓഫ് സ്ട്രിങ് എന്നാണ് നമ്മൾ പറയുക. അത് ലെറ്റേഴ്സും ആൽഫബറ്റിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നതാണ് ആക്ച്വലി വേരിയബിൾ എന്ന് പറയുന്നത്. കാര്യമായിട്ട് കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഏജ് ഇസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞത് അല്ലേ. ഇവിടെ ഏജ് എന്ന് പറയുന്നത്, ഇതിന് മുമ്പൊരു INT നിങ്ങൾക്ക് കാണാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഏജ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏജ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ 20 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, വാല്യൂ എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 20 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇതാണ് ആക്ച്വലി എന്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഏജ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ കണ്ടോ, റാമിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തായിരിക്കും ആ വാല്യൂ എന്ത് ചെയ്ത് വെക്കുക, 20 സ്റ്റോർ ചെയ്ത് വെക്കുക. പക്ഷേ അത് ഏത് വഴിയാണ് സ്റ്റോർ ചെയ്യുക, വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയുക വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ബാഗ് ഉണ്ടെന്ന് വിചാരിക്കാം. ബാഗ് എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു പെൻസിൽ എടുത്ത് വെക്കണം. ഓക്കെ, പെൻസിൽ എന്ന് പറയുന്നത് നിങ്ങൾ 20 പോലത്തെ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പെൻസിൽ ഡയറക്റ്റ്ലി കൊണ്ടുപോയി ഇടുകയാണോ ചെയ്യുക, അങ്ങനെ ഇടുന്നവരുണ്ട്. പക്ഷേ നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റൈലിൽ നോക്കുക, നമ്മൾ എന്ത് ചെയ്യും, ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കി നമ്മൾ എന്ത് ചെയ്ത് വയ്ക്കും, എടുത്ത് വയ്ക്കില്ലേ. അതേപോലെ തന്നെ ആ ബോക്സാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ആ പെൻസിലിന് അല്ലെങ്കിൽ ആ ബോക്സ് തുറന്നിട്ടാണ് നമ്മളതിൽ പെൻസിൽ എടുക്കുക, അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ആ വേരിയബിളിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ, the value of the C variable may get changed in the program. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറാം കേട്ടോ. ഓക്കെ, ഒരിക്കലും ഫുൾ ടൈം ഒരേപോലെ തന്നെ നിൽക്കണമെന്നില്ല, അതിലേക്ക് വരുന്ന വാല്യൂസ് ഇടയ്ക്കിടയ്ക്ക് മാറാം. ഓക്കെ, പക്ഷേ വേരിയബിൾ നെയിം അതേ വേരിയബിൾ നെയിം തന്നെ നമുക്ക് കൊടുക്കാം, പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, നിങ്ങളിതിൽ അറിയേണ്ട കാര്യം, സി വേരിയബിൾ മൈറ്റ് ബിലോങ് ടു എനി ഓഫ് ദ ഡാറ്റ ടൈപ്പ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഏജിന് മുമ്പൊരു സാധനം ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, എന്തൊക്കെ വാല്യൂസ് വരാം, നമ്പറുകൾ വരാം അല്ലേ. നമ്പറിൽ തന്നെ വേണമെങ്കിൽ എന്താണ്, ഇൻറ്റിജേഴ്സ് വരാം. ഇപ്പോൾ 10, 15, 20 പോലത്തെ ഇൻറ്റിജേഴ്സ് വരാം. അല്ലെങ്കിൽ ഡെസിമൽ പോയിൻറ്റുകൾ വരാം അല്ലേ. ഇപ്പോൾ 10.5 അല്ലേ, അല്ലെങ്കിൽ 15.6. അത് രണ്ടും ഡിഫറെൻറ്റാണ്. 10ഉം 10.5ഉം നിങ്ങൾ 10ഉം 10.0ഉം രണ്ടും ഡിഫറെൻറ്റാണ്. വാല്യൂ ഈക്വൽ ആണെങ്കിൽ പോലും 10 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂവും 10.0 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെസിമൽ പോയിൻറ്റുമാണ് അല്ലേ. അപ്പോൾ ഏത് വാല്യൂ ആണോ എടുക്കുന്നത് ആ വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, വേരിയബിളിന് കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡാറ്റ ടൈപ്പ് എന്ന് പറയുക. ഡാറ്റ ഏത് ടൈപ്പാണെന്ന് നമ്മളവിടെ എന്ത് കൊടുക്കണം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താ മെയിൻലി ഈ 5 ഇവിടെ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് CHAR എന്ന് പറയും, CHAR. CHARന് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട്, അതായത് ആൽഫബറ്റ്സ് ABC
അല്ലെങ്കിൽ എന്താണ് പറയുക, അങ്ങനത്തെ, അതായത് നിങ്ങൾക്ക് ക്യാരക്ടേഴ്സാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പേരാണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്താ യൂസ് ചെയ്യുക, ക്യാർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ പേര് സ്റ്റോർ ചെയ്യണം. ഓക്കെ, വൈശാഖ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളിൻ്റെ പേരാണ് നെയിം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കുക എന്നറിയോ, ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ പേര് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എന്ത് ടൈപ്പാണ്, ക്യാരക്ടേഴ്സാണ് അല്ലേ. അപ്പോൾ വൈശാഖ് എന്ന് പറയുന്നത് കുറേ ക്യാരക്ടേഴ്സാണ് വരിക. അപ്പോൾ ഞാൻ എന്താ കൊടുക്കേണ്ടത്, CHAR എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എന്തെങ്കിലും വേരിയബിൾ നെയിം വേണമെങ്കിൽ അതവിടെ ക്ലിയർ ആയോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെയും കൂടി എനിക്ക് വേണമെങ്കിൽ അതും സെയിം പോലെ തന്നെ അല്ലേ, ക്യാരക്ടറിനെ അല്ലേ വരിക, സ്പേസ് നെയിം 2 എന്ന് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണം, സെമിക്കോളൻ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വേരിയബിളിനെ നിങ്ങളിവിടെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എന്ത് കൊടുക്കണം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കണം. സ്പേസ് വേരിയബിൾ നെയിം കൊടുക്കണം. അതിനുശേഷം എന്ത് കൊടുക്കണം, സെമിക്കോളൻ കൊടുക്കണം. ഇതാണ് നമ്മളുടെ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ ക്യാരക്ടർ ആയിരിക്കാം. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേര് പോലത്തെ കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ക്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇനി അല്ല, നിങ്ങൾക്ക് ഇൻറ്റിജർ വാല്യൂസാണ് സ്റ്റോർ ചെയ്യണമെന്നിരിക്കുക. അപ്പോൾ നമ്മൾ ഏതിലാണ് സ്റ്റോർ ചെയ്യുക, INT. ഇൻറ്റിജറിൻ്റെ ഷോർട്ട് ഫോമാണ് INT. ക്യാരക്ടറിൻ്റെ ഷോർട്ട് ഫോമാണ് ഇവിടെ CHAR. ഇനി അതേപോലെ തന്നെ ഡെസിമൽ വാല്യൂ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഡെസിമൽ വാല്യൂ ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോട്ട് എന്നാണ്, FLOAT. ഫ്ലോട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒഴുകി നടക്കുന്നതിനാണ് ഫ്ലോട്ട് എന്ന് പറയുക. ഇവിടെ പ്രോഗ്രാമിങ്ങിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ വാല്യൂസിന് നമ്മൾ പറയുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ എനിക്കൊരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് കൊടുക്കണം എന്നായിരിക്കാം. A എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഇൻറ്റിജർ ആണെങ്കിൽ int A സിമ്പിൾ. ഇപ്പോൾ മേ ബി C എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിന് എനിക്ക് ഫ്ലോട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ കൊടുക്കുക, FLOAT ഫ്ലോട്ട് C സെമിക്കോളൻ. പിന്നെ എനിക്കൊരു Aയും Zഉം Vയും അല്ലെങ്കിൽ BX ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ ഇൻറ്റിജറാണ് കൊടുക്കേണ്ടത് വെച്ചാൽ ഇൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി, വെറുതെ കോമട്ട് കൊടുത്താൽ മതി. PC ഏജ് അല്ലെങ്കിൽ റോൾ നമ്പർ, ഇതൊക്കെ എന്തായിട്ടേ വരില്ല. അപ്പോൾ AX BC ഏജ് റോൾ നമ്പർ ഇതൊക്കെ വേരിയബിൾ നെയിം ആട്ടോ. റോൾ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിമാണ്, ഏജ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിം. അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഏത് പേര് വേണമെങ്കിലും. അപ്പോൾ ഏജാണ്, ഇപ്പോൾ ഹൈറ്റാണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെന്നെ കൊടുക്കാം, ഒന്നുകിൽ H എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെന്നെ കൊടുക്കാം, HIG ഹൈറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമ്മൾ കൊടുക്കുന്നതാണ് വാല്യൂ, അതായത് നമ്മൾ കൊടുക്കുന്നതാണ് വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, പക്ഷേ ഇത് മാറ്റരുത്, ഡാറ്റ ടൈപ്പ് മാറ്റരുത്. അത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച പോലെ ഒന്നുകിൽ CHAR അല്ലെങ്കിൽ INT അല്ലെങ്കിൽ FLOAT. പിന്നെ ഒരെണ്ണം വരുന്നതാണ് ഡബിൾ അല്ലെങ്കിൽ വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല. ഈ മൂന്നെണ്ണം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് CHAR INT ആൻഡ് FLOAT. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തുണ്ട്, ഒരു ഡാറ്റ ടൈപ്പും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, വേരിയബിൾ നെയിമുണ്ട്. അപ്പോൾ വേരിയബിൾ നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. എന്ത് കാര്യമാണോ നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഏജ് ആണെങ്കിൽ വെറുതെ X കൊടുക്കുന്നതിന് പകരം ഒന്നുകിൽ A എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ AGE എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഹൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ L എന്ന് പറഞ്ഞ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ് കുറച്ചും കൂടി മീനിങ് ഫുൾ ആകുമ്പോൾ ഒന്നുകിൽ H കൊടുത്താലാണ്, അല്ലെങ്കിൽ HT എന്ന് പറഞ്ഞ് കൊടുത്താൽ, അല്ലെങ്കിൽ HEIGHT എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കൊടുക്കാം, വേരിയബിൾ നെയിം കൊടുക്കാം. ഓക്കെ, കുറച്ച് റൂളുകളുണ്ട്. പക്ഷേ വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ വേരിയബിൾ നെയിം മസ്റ്റ് ബിഗിൻ വിത്ത് ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഒരിക്കലും ഒരു നമ്പർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഞാൻ നെയിം 1 എന്ന് കൊടുത്തില്ലേ, അതിന് പകരം ഇങ്ങനെ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. ഇത് തെറ്റാണ്, ഇറ്റ്സ് റോങ്. ഒരിക്കലും ഒരു വേരിയബിൾ നെയിം എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ എന്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അതായത് ആൽഫബറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ. അണ്ടർസ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സാധനം ഹൈഫൺ അല്ല കേട്ടോ, താഴെ വരുന്നതിനാണ് അണ്ടർസ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോർമലി അണ്ടർസ്കോർ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതങ്ങനെ
ഹൈറ്റ് ഓഫ് പേഴ്സൺ 1 ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴാണ് അണ്ടർസ്കോറുകൾ യൂസ് ചെയ്യുക. അത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള വേരിയബിൾ ആണെങ്കിൽ നമ്മളിങ്ങനെ അണ്ടർസ്കോർ ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വെച്ചാൽ അണ്ടർസ്കോർ വെച്ചിട്ട്. അടുത്ത പോയിന്റ്, വേരിയബിൾസ് ആർ കേസ് സെൻസിറ്റീവ്. എന്താ കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവിടെ കണ്ടോളൂ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള സാധനമൊക്കെ സെയിം അല്ലേ, ഏജ് എന്ന് തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഇതെല്ലാം ഡിഫറെൻറ്റ് വേരിയബിളാണ്. ഇവിടെ 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 6 എന്താണ്, ഡിഫറെൻറ്റ് വേരിയബിൾ. എന്തുകൊണ്ടാണെന്നറിയോ, അതിൻ്റെ കേസ് സെൻസിറ്റീവാണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സ്മോൾ ലെറ്റേഴ്സ് ലോവർ കേസ് എന്ന് പറയും. ഓക്കെ, ഇതിനെ അപ്പർ കേസ് എന്ന് പറയാം. ക്യാപിറ്റൽ ലെറ്റേഴ്സിന് എന്താ പറയുക, അപ്പർ കേസ് എന്ന് പറയും. ഇതതിൻ്റെ മിക്സാണ് അല്ലേ. പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ വ്യത്യാസമാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ സിസ്റ്റം എടുക്കുക. അതാണ് അതുകൊണ്ട് കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്മോൾ ലെറ്റർ AGE എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം കഴിയുന്ന വരെയും സ്മോൾ ലെറ്റർ AGE തന്നെ ഉപയോഗിക്കാൻ പാടും. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഏത് കോമ്പിനേഷൻ എടുത്താലും അത് എന്തായിട്ടേ കാണുള്ളൂ, പുതിയ ഒരെണ്ണമായിട്ടേ അവിടെ കാണിക്കുള്ളൂ. ഓക്കെ, ദേ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് ഡിജിറ്റ്സ് ആൻഡ് ലെറ്റേഴ്സ്. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം, നെയിം 1 എന്ന് പറഞ്ഞ് കൊടുക്കാം. ലെറ്റേഴ്സും വരും ഡിജിറ്റ്സും വരും, അതിൻ്റെ കോമ്പിനേഷനായിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ത് കൊടുക്കരുത്, ഡിജിറ്റ് ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കരുത്, ഇത് തെറ്റാണ്. ഓക്കെ, ആൻഡ് അനദർ റൂൾ എന്ന് പറയുന്നത് നോ സ്പെഷ്യൽ സിമ്പിൾസ് ആർ അലൗഡ് അതർ ദാൻ അണ്ടർസ്കോർ. അപ്പോൾ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറഞ്ഞപ്പോൾ @ ഇതൊരു സ്പെഷ്യൽ സിമ്പിളാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എവിടെ ഉപയോഗിക്കരുത്, വേരിയബിൾ നെയിമിൽ ആകെ യൂസ് ചെയ്യാൻ പാടുന്നത് എന്ത് മാത്രമാണ്, അണ്ടർസ്കോർ മാത്രമാണ്. അതേപോലെ തന്നെ സം ഹൈറ്റ് വാല്യൂ, കുറച്ച് എക്സാമ്പിൾസ് കണ്ടോ. ഓക്കെ, എന്നാൽ വേരിയബിളിന് 2 കാര്യങ്ങളുണ്ട്, ഡിക്ലയറിങ് വേരിയബിൾ, ഇനീഷ്യലൈസിങ് വേരിയബിൾ. ഡിക്ലയറിങ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പറയുക ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു എന്നാണ് പറയുക. അതായത് ഈ ഒരു ലൈൻ. ഓക്കെ, ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിനെ ഇവിടെ ഇൻറ്റിജർ ആയിട്ട് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം A is declared as integer. ഇതാണ് ഡിക്ലറേഷൻ എന്ന് പറയുക. അപ്പോൾ എനിക്ക് B എന്ന് പറയുന്നത് ഫ്ലോട്ടായിട്ട് വേണമെങ്കിലോ, ഫ്ലോട്ട് B. എന്താ അതിൻ്റെ അർത്ഥം, B is declared as floating point. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിക്ലറേഷൻ എന്ന് പറയും. ഡാറ്റ ടൈപ്പ് സ്പേസ് ആ വേരിയബിൾ. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേരിയബിളിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്നൊരു വാക്കാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എയുടെ വാല്യൂസ് = 10 എന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ A is declared എന്നല്ല പറയുക, A is initialized as integer with value 10 എന്ന് പറയും. ഡിഫറൻസ് മനസ്സിലായോ? അതായത് വെറുതെ ഡാറ്റ ടൈപ്പ് വേരിയബിൾ സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താ പറയുക, ഡിക്ലറേഷൻ എന്ന് പറയുക. അതിന് അപ്പോൾ തന്നെ നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക. ഇൻറ്റ് ഏജ്. അപ്പോൾ A is initialized as integer അല്ലേ. A എന്ന് പറഞ്ഞ വേരിയബിളിനെ എന്തായിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ഇൻറ്റിജർ ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ എന്തുണ്ട്, 10 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളും വാല്യൂ ഉണ്ട്. ഇതാണ് ഇനീഷ്യലൈസേഷനും ഡിക്ലറേഷനും. ഓക്കെ, ഇവിടെ നോക്കിയൊക്കെ വേരിയബിൾ ഡിക്ലറേഷൻ, ഡാറ്റ ടൈപ്പ് ഫോളോഡ് ബൈ വേരിയബിൾ നെയിം, ഫ്ലോട്ട് B. അതാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യലൈസേഷൻ എങ്ങനെ വരിക, ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ, ഇൻറ്റിജർ A = 10. ഇതാണ് വേരിയബിൾ ഡിക്ലറേഷനും വേരിയബിൾ ഇനീഷ്യലൈസേഷനും എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കൺസെപ്റ്റുകൾ ക്ലിയർ ആയോ? ഇനി വേരിയബിൾസ് അറിയുമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കീവേഡ്സ് എന്ന് പറയും. ഓക്കെ, കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ നിങ്ങൾ കീവേഡ്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ. കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്പെഷ്യൽ മീനിങ് ഉള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കീവേഡ്സ് എന്ന് പറയുക. അതായത് ഇപ്പോൾ നമ്മൾ വേരിയബിൾ പറഞ്ഞു, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു, അത് അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സി പ്രോഗ്രാമിൽ നിങ്ങൾ ഏറ്റവും അവസാനത്തെ ലൈൻ നോക്കിയാൽ ടോട്ടൽ 32 കീവേഡ്സ് ഇൻ സി ലാംഗ്വേജ്. ഒരു 32 വേർഡുകൾ ഇതിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ വേർഡുകളെ ഒന്നും എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ ഇൻറ്റ് INT എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അർത്ഥത്തിൽ. അപ്പോൾ INT എന്ന് പറയുന്നത് എന്താണ്, കീവേഡാണ്. അതൊരിക്കലും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, വേരിയബിളായിട്ട് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഫ്ലോട്ട് INT ഇങ്ങനെ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് INT എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആക്കിയിട്ടാണ്, പക്ഷെ അത് ഒരിക്കലും പറ്റില്ല. എന്തുകൊണ്ടാണ്, INTക്ക് ഓൾറെഡി അർത്ഥം എവിടെ ഉണ്ട്, സീലുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇൻറ്റിജർ ആണ്. ഇൻറ്റിജറിൻ്റെ ഷോർട്ട് ഫോമാണ് INT എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തേനാണ് നമ്മൾ എന്തെന്ന് പറയുക, കീവേഡ്സ് എന്ന് പറയുക. കീവേഡ്സ് ഒരിക്കലും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, വേരിയബിൾസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, മൊത്തമായിട്ട് 32 എണ്ണം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ നോട്ട്സുകൾ തരുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആ മൊത്തം സ്ട്രക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. 32 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഫ്യൂ എക്സാമ്പിൾസ് മാത്രമാണ്. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേരിയബിൾസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇന്നത്തെ സെഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഞാനൊരു ബേസിക് പ്രോഗ്രാം, ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും ഇൻപുട്ടുകൾ വരണമെങ്കിൽ അതാണ് നമ്മൾ ഇൻപുട്ട് മീൻസ് ടു പ്രൊവൈഡ് പ്രോഗ്രാം വിത്ത് സം ഡാറ്റ ടു ബി യൂസ്ഡ്. അതായത് പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ഇൻപുട്ട് എന്ന് പറയും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മീൻസ് ടു ഡിസ്പ്ലേ ഡാറ്റ ഓൺ സ്ക്രീൻ ഓർ റൈറ്റ് ദ ഡാറ്റ ടു എ പ്രിൻ്റർ ഓർ എ ഫയൽ. ഇപ്പോൾ ഒരു സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഔട്ട്പുട്ട് എന്ന് പറയുക. അപ്പോൾ സിയിലെ ഇൻപുട്ടും ഔട്ട്പുട്ടും ക്ലിയർ ആയല്ലോ. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോഗ്രാമിൻ്റെ ഉള്ളിലേക്ക് വാല്യൂ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻപുട്ട് എന്ന് പറയുക. പ്രോഗ്രാമിൽ നിന്നും ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്നത് സ്ക്രീനിലോ അല്ലെങ്കിൽ പ്രിൻ്ററിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയത്തിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഔട്ട്പുട്ട് എന്ന് പറയുക. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സ്കാൻഎഫ് ആൻഡ് പ്രിൻ്റ്എഫ്. ഓക്കെ, ഇവിടെ സ്കാൻഎഫും പ്രിൻ്റ്എഫ് എന്ന് പറയുന്നത് കീവേഡുകളാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ stdio.h, അതെന്താണെന്ന് പറഞ്ഞത്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്നാണ്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെയാണ്, പ്രിൻ്റ് എഫ് അതേപോലെ തന്നെ സ്കാൻഎഫ്. ഓക്കെ, ഇത് രണ്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇതിൽ സ്കാൻഎഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഫങ്ഷനാണ്. ഓക്കെ, അതായത് എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, സ്കാൻഎഫ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻ്റ്എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് ഡിസ്പ്ലേ ചെയ്യാനുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻ്റ്എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പ്രിൻ്റ്എഫ് ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക വെച്ചാൽ ഇതാ പ്രിൻ്റ്എഫ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റും കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഡബിൾ കോഡ്സിനകത്ത്, ഡബിൾ കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിലെ എൻ്റർ ബട്ടൻ്റെ തൊട്ടടിയിൽ ഷിഫ്റ്റ് തൊട്ട് ലെഫ്റ്റിലുള്ളത് ഷിഫ്റ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഡബിൾ കോഡ്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ എന്ത് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഹലോ എന്നാണ് എനിക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതെനിക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇവിടെ ക്ലിയർ ആയോ? അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് കഴിഞ്ഞാൽ എന്ത് വേണം, സെമിക്കോളൻ വേണം. ഓക്കെ, ഇതാണ് പ്രിൻ്റ്എഫിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. പ്രിൻ്റ്എഫ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് അതിൻ്റെ കൂടെ എന്ത് കൊടുക്കും, ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്യും. അതിൻ്റെ അകത്ത് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണോ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ കൊടുക്കും. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ദിസ് ഇസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം ടു പ്രിൻ്റ്. ഇത് സി പ്രോഗ്രാമിൽ എപ്പോഴും നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുക. ഓക്കെ, നമുക്ക് അതന്നെ ചെയ്യാം. ഹലോ വേൾഡ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാം നോക്കിയത് ഒരു കമൻറ്റാണ് അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു, പ്രീ പ്രോസസ്സർ കൊടുത്തു.
അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു, ഹെഡർ ഫയലിനെ ലിങ്ക് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ കൊടുത്തു അല്ല, വോയിഡ് മെയിൻ. അതിൻ്റെ അകത്ത് എന്ത് കൊടുത്തു, പ്രിൻറ്റ് എഫ് എന്താണോ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് നമ്മളിവിടെ കൊടുത്തു. ഇനി ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ നോക്കിയേ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അല്ലേ. അവിടെ കണ്ടോ 2 ഓപ്ഷൻ ഉണ്ട്, കമ്പൈലും ഉണ്ട് റണ്ണും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഒപ്പം കൊടുക്കാം, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ കമ്പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ നോക്കി ഈ ഒരു ഏരിയയിലാണ് നമുക്ക് എന്ത് ആക്ച്വലി വരുന്നത്, ഇവിടെ എന്തെങ്കിലും എറേഴ്സ്. സോ അത് ഏറ്റവും ആദ്യം നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ ഫയലിനെ സേവ് ചെയ്യണം. അപ്പോൾ അത് ഫയലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം നിങ്ങൾക്ക്. ഞാനിവിടെ ശ്രദ്ധിക്കുക, പ്രോഗ്രാം ടൈപ്പ് എന്ന് പറയുന്നത് സി സോഴ്സ് ഫയൽസ് ആക്കണം കേട്ടോ. സേവ് ആസ് ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടോ, സി സോഴ്സ്, അതായത് ഇത് സി പ്രോഗ്രാം. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം ഡോട്ട് സി എന്നായി. ഞാൻ വെറുതെ എന്തേ കൊടുത്തുള്ളൂ, ഫസ്റ്റ് പ്രോഗ്രാം എന്നേ കൊടുത്തുള്ളൂ. ഇത് ഡിഫോൾട്ടായിട്ട് കിടക്കുക ഇതിലാണ് കേട്ടോ, C++ലാണ് കിടക്കുക. അത് മാറ്റിയിട്ട് എന്താക്കണം, സി ആക്കണം. അപ്പോൾ ഉണ്ടോ അവിടെ എക്സ്റ്റൻഷൻ എന്തായി മാറി, ഡോട്ട് സി ആയി. ഇത് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതണ്ട ഈ സ്ക്രീനിൽ ഇവിടെയാണ് നമുക്ക് എന്ത് വരിക, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ കാണിക്കുക എവിടെയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി റൺ ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കമ്പൈലേഷൻ കംപ്ലീറ്റ് ചെയ്ത് എറേഴ്സൊക്കെ ചെക്ക് ചെയ്ത് കണ്ട എറേഴ്സ് ഈക്വൾ ടു 0, വാണിംഗ് ഈക്വൾ ടു 0 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ഈ പ്രോഗ്രാമിൽ എററൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം, റണ്ണ് കൊടുക്കാം. അപ്പോൾ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ പ്രോഗ്രാമിൽ നോക്കിയേ ഇവിടെ അതെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നത് കണ്ടോ. ഇതാണ് ആക്ച്വലി നിങ്ങളുടെ ഈ വർക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ വൈശാഖ് കഴിഞ്ഞ് എന്ത് കൊടുക്കണം, സെമിക്കോളൻ കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കമ്പൈൽ ചെയ്തു കണ്ടോ, ഇവിടെ എറേഴ്സ് ഒന്നും ഇല്ല എന്ന് അവർ പറഞ്ഞു, വാർണിങ്സ് എറേഴ്സ് ഒന്നും ഇല്ല എന്ന് കാണിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക, റൺ ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അതാ ഹലോ വേൾഡ് മൈ നെയിം ഇസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ ഇവിടെ കണ്ടോ സ്പേസ് ഒന്നുമില്ല അല്ലേ. ഞാൻ ഇവിടെ കൊടുത്തപ്പോൾ ഞാൻ എങ്ങനെ കൊടുത്തേ, എനിക്ക് 2 ലൈനായിട്ട് വരണം. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ അതിൽ കുറച്ച് ട്രിക്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ \t ആണ്. ഓക്കെ, അതിൽ ഈ \t എന്ന് പറയുന്നത് ശരിക്കൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ ഈ സാധനം. ഇതിനെ നമ്മൾ \/ എന്ന് പറയും, കാരണം സ്ലാഷ് തിരിച്ചിട്ടുള്ളതാണ്. നോർമലി സ്ലാഷ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ്, അതിന് പകരം നമ്മൾ ഏതാണ് ഈ സൈഡിൽ യൂസ് ചെയ്യുന്നത്, അതായത് എൻ്ററിൻ്റെ മേലുള്ളത് \t. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് മനസ്സിലാവും ഇത് പ്രിൻ്റ് ചെയ്യാനുള്ളതല്ല, അതായത് ഈ ഒരു പോർഷൻ മാത്രം പ്രിൻ്റ് ചെയ്യാനുള്ളതല്ല. ഇതിൻ്റെ അർത്ഥം ഒരു സ്പേസ് ഇടണം എന്നാണ്, അതായത് ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം ബാക്കിയുള്ളത് പ്രിൻ്റ് ചെയ്ത് വരാം. അപ്പോൾ ഞാനത് ഔട്ട്പുട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി കമ്പൈൽ ആൻഡ് റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എറർ ചെക്ക് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ അത് റൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതെ എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ കണ്ടോ ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പ് സ്പേസ് ഒന്നും ഉണ്ടായില്ല, ഇപ്പോൾ എന്ത് വന്നു, ഒരു സ്പേസ് വന്നു. സോ അതാണ് \t നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പ്രിൻ്റായിട്ട് വന്നോ, ഇല്ലല്ലോ. ഈ \t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഇടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സാധനമാണ് \n ഉണ്ട്, അതായത് ടിയുടെ അർത്ഥം ടാബ് എന്നാണ്. നമ്മുടെ ഇതിലൊക്കെ ഇല്ലേ ടാബ്, നമ്മുടെ കീബോർഡിലെ ടാബ് ഇട്ട് കഴിഞ്ഞാൽ എന്താ വരിക, ഒരു സ്പേസ് അവിടെ ലെഫ്റ്റ് ഔട്ട് ചെയ്ത് തരും. അതുതന്നെയാണ് ഈ /t എന്ന് പറയുന്നത്. അതേപോലെ തന്നെ /n ഉണ്ട്, അതിൻ്റെ അർത്ഥം ന്യൂ ലൈൻ എന്നാണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെ വരിക നമുക്ക് നോക്കാം. അത് ഞാൻ കഴിഞ്ഞു വെച്ചാൽ എക്സിക്യൂട്ട് കമ്പൈൽ ആൻഡ് റൺ കൊടുത്തു കഴിഞ്ഞാൽ ഹലോ വേൾഡ്, അതിൻ്റെ തൊട്ടടുത്ത ലൈനിലാണ് എന്ത് വന്നത്, മൈ നെയിം ഇസ് വൈശാഖ്. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഒന്ന് എന്താണ് \t ഉണ്ട്, \n ഉണ്ട്. \t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഇട്ടിട്ട് വരും, \n കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പുതിയ ലൈനിലായിട്ട്. ഓക്കെ, സോ അതാണ് printf എന്ന് പറയുന്നത്. ഇനി scanf-ലേക്ക് വരികയാണെങ്കിൽ scanf-ൻ്റെ ഫോമാറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. printf എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്കൊരു വാല്യൂവിനെ എന്തിനു വേണ്ടിയിട്ടാണ്, സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, printf യൂസ് ചെയ്തത്. scanf നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഇതിലേക്ക് എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, scanf യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ scanf യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇതേപോലെ തന്നെയാണ്, ഫോർമാറ്റിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അല്ലേ, ഇങ്ങനെ നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം.
അപ്പോൾ എനിക്ക് ഒരു നമ്പറിനെ ഇൻപുട്ട് ചെയ്തിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യേണ്ട പ്രോഗ്രാമാണ് ഇത്. ഓക്കെ, ടു ഇൻപുട്ട് എ നമ്പർ ആൻഡ് പ്രിൻറ്റ്. ഓക്കെ, ഇതെനിക്ക് 2 ലൈനായിട്ട് കൊടുക്കണമെങ്കിൽ എന്താ ഞാൻ ചെയ്യുക? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വരുമോ? എന്ത് കൊടുക്കണം? കമൻറ്റിങ് ഇങ്ങനെ കൊടുക്കണം, // അതേപോലെ തന്നെ ഇവിടെ എന്ത് കൊടുക്കുക? */. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എനിക്ക് വേണ്ട? ഒരു നമ്പറിനെ ഇൻപുട്ട് ചെയ്യണം. അതേപോലെ തന്നെ അപ്പോൾ അതിന് ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്പറിനെ നമുക്ക് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണ്ടേ? അപ്പോൾ അതിന് എന്ത് വേണം? വേരിയബിൾ വേണം. അപ്പോൾ അവിടെ എന്ത് കൊടുക്കുക? ഇൻറ്റ് സ്പേസ്, ഇപ്പോൾ ഞാൻ എ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളാണ് ഇൻറ്റ് എ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് കൊടുക്കുക? എനിക്ക് സ്ക്രീനിൽ എന്താ വരേണ്ടത്? എൻറ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ട് യൂസറിനോട് ചോദിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുക്കണം? പ്രിൻറ്റ് എൻറ്റർ എ നമ്പർ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ എന്ത് വരും? ഇവിടെ എന്തുകൊണ്ട് കൊടുക്കണം? സെമിക്കോളൻ കൊടുക്കണം. അപ്പോൾ നോക്കിയേ, ഇതിലേ ഞാൻ കാണിച്ചു. ഇപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്യലോ, അതിനെ എങ്ങോട്ട് എടുക്കണം? പ്രോഗ്രാമിലേക്ക് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ എവിടേക്ക് സ്റ്റോർ ചെയ്യണം? എ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ സ്കാൻഎഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യും, അതിൻ്റെ ഇടയിൽ ഡബിൾ കോഡ്സ് കൊടുത്ത് ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചോദിച്ചാൽ %d ആണ് കൊടുക്കുക. ഓക്കെ, ഇവിടെ %d എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഫോർമാറ്റ് സ്ട്രിങ് ആണ്. ഓക്കെ, അതായത് ഇവിടെ പല ടൈപ്പ് ഫോർമാറ്റ് സ്ട്രിങ്ങുകളുണ്ട്. %d ഉണ്ട്, %f ഉണ്ട്, %c ഉണ്ട്, %s ഉണ്ട്. അതായത് ഫോർമാറ്റ് സ്ട്രിങ് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ കമ്പ്യൂട്ടറിന് ഏത് ടൈപ്പ് ഇൻപുട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഈ ഫോർമാറ്റ് സ്ട്രിങ്ങുകൾ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻറ്റ് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക? ഇൻറ്റിജർ വാല്യൂ വരുന്നുണ്ടാവുക. അങ്ങനെ ഇൻറ്റിജർ വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? സ്കാൻഎഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്ത് കൊടുക്കണം? %d കൊടുക്കണം. ഇതിന് പകരം ഞാനൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പകരം ഞാൻ എന്താ കൊടുക്കുക? %f കൊടുക്കുക. ഇനിയല്ല ഞാൻ ക്യാരക്ടറാണ് കൊടുത്തെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ %c ഉപയോഗിക്കാം. %c ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടറായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഓരോ ആൽഫബറ്റായിട്ട് എ അല്ലെങ്കിൽ സി എന്നിട്ട് ഓരോ ക്യാരക്ടേഴ്സായിട്ട് എടുക്കാം. അല്ലാത്തൊരു ഓപ്ഷൻ %s എന്ന് പറഞ്ഞിട്ടുണ്ട്. എസിൻ്റെ അർത്ഥം സ്ട്രിങ് എന്നാണ്. അപ്പോൾ നമ്മൾ പേരൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഫോർമാറ്റ് സ്ട്രിങ് യൂസ് ചെയ്യുക? %s ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ എന്തിനാ ഫോർമാറ്റ് സ്ട്രിങ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഏത് വാല്യൂ ആണ് ഇതിൻ്റെ അകത്തേക്ക് വരണേ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് വാല്യൂ വരിക? ഇൻറ്റിജർ അല്ലേ വരിക. അപ്പോൾ എന്ത് കൊടുക്കണം? നമ്മൾ ഫോർമാറ്റ് സ്ട്രിങ് %d കൊടുക്കണം. എന്നിട്ട് ഈ ഡബിൾ കോട്ട്സിൻ്റെ പുറത്ത് എന്തിടുക? ഒരു കോമ ഇടുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഏത് വേരിയബിളിലേക്കാണ് കൊടുക്കുക? അത് എയിലേക്കല്ലേ കൊടുക്കുക. അപ്പോൾ എയിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ചാൽ &a എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇത് എന്തുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം വെച്ചാൽ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു വേരിയബിളാണ്. ഓക്കെ, ആ വേരിയബിളിൻ്റെ മെമ്മറിയിലേക്ക് ആ വാല്യൂവിന് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് കൊടുക്കുന്നത്? &a എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. വെറും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വേരിയബിളാണ്. ഓക്കെ, &a എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഡ്രസ് ഓഫ് എ എന്നാണ് അർത്ഥം. അഡ്രസ് ഓഫ് വേരിയബിൾ എ എന്നാണ് അർത്ഥം. ഓക്കെ, ആ എ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? സ്കാൻഎഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഫോർമാറ്റ് സ്ട്രിങ് കൊടുക്കുക. എന്തിനാണ് ഫോർമാറ്റ് സ്ട്രിങ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് വാല്യൂ ആണോ നിങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത് ആ വാല്യൂ ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുക? ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുക? കോമഡ് &. സോ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. അപ്പോൾ എനിക്ക് printf scanf നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. printf ആകുമ്പോൾ ഡയറക്റ്റ്ലി ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്താണ് പ്രിൻറ്റ് ചെയ്യാനുള്ളത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ scanf ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഫോർമാറ്റ് സ്ട്രിങ് ഏത് ടൈപ്പ് വാല്യൂ ആണ് വരുന്നത് അതാദ്യം നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇൻറ്റീജർ ആണെങ്കിൽ %d, ഫ്ലോട്ട് ആണെങ്കിൽ %f, ക്യാരക്ടർ ആണെങ്കിൽ %c, സ്ട്രിങ് ആണെങ്കിൽ %s, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്തെടുക്കുക? ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, കോമഡ്, എന്നിട്ട് ഏത് വേരിയബിൾ ആണോ അപ്പോൾ നിങ്ങൾ എയിലേക്കാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ &a ഉപയോഗിക്കാം.
ഓക്കെ. മേ ബി ഇപ്പോൾ ഇതിന് പകരം നിങ്ങളിപ്പോൾ ഇവിടെ നെയിം അല്ലെങ്കിൽ നം ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് കൊടുത്താൽ മതി, ആംപ്രസൻറ്റ് നം കൊടുത്താൽ മതി. ഓക്കെ. അപ്പം നം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആ പെർട്ടിക്കുലർ കറസ്പോണ്ടിങ് നം എന്ന് പറയുന്നത് ഒരു വെറും വേരിയബിളാണ്. ആംപ്രസൻറ്റ് നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ആംപ്രസൻറ്റ് നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് വേരിയബിൾ നം. ഓക്കെ. ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യണം. അപ്പോൾ അതുണ്ടോ നമ്മളോട് ചോദിച്ചു എൻ്റർ എ നമ്പർ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നമ്പറിന് എൻ്റർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ 4 ആണ് എൻ്റർ ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ പ്രോഗ്രാമിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു നമ്പറിന് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. സോ അതാണ് ഈ പെർട്ടിക്കുലർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ പ്രിൻ്റർ എൻ്റർ എ നമ്പർ, ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എവിടേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ എക്സാമ്പിൾ പോലെ വെച്ചാൽ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി അത് ആയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഇവിടെ അത് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുമ്പോഴും പ്രിൻ്റ് എഫ് ആണ് നമ്മൾ കൊടുക്കുക കേട്ടോ, കാരണം നമ്മളവിടെ പ്രിൻ്റ് ചെയ്യാൻ പോകണം. ഓക്കെ. വി ക്യാൻ പ്രൊവൈഡ് എസ് എൻറ്റേർഡ് നമ്പർ എസ്. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ എവിടെ കിടക്കുന്നത്, ഇപ്പോൾ ഞാൻ 4 എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ചെയ്തില്ലേ, ആ വാല്യൂ എവിടെയാണ് പോയിരിക്കുന്നത്, നമ്മിൻ്റെ അകത്തല്ലേ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മിൻ്റെ അഡ്രസ്സിലേക്കല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം അറിയോ, ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് നമുക്ക് എന്താണോ പ്രിൻ്റ് ചെയ്യാനുള്ളത് അതവിടെ കൊടുക്കാം. അതിനുശേഷം ബ്രാക്കറ്റ് ഇട്ട് എന്ത് കൊടുക്കണം, എന്ന് കൊടുത്തിരിക്കും. ക്ലിയർ ആയോ? ഏത് വേരിയബിളിലുള്ളതാണോ നിങ്ങൾക്ക് അവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കണം. അപ്പോൾ അതവിടെ വരണമെങ്കിൽ അപ്പോൾ അവിടെ ശരിക്കും എന്താ വരേണ്ടത്, എൻറ്റേർഡ് നമ്പർ ഈസ് 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കണം അല്ലേ. അങ്ങനെ 4 എന്ന് പറഞ്ഞ് കാണിക്കണമെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഫോർമാറ്റ് സ്ട്രിംഗ് ഉപയോഗിക്കണം. ക്ലിയർ ആയോ? അതായത് എൻറ്റേർഡ് നമ്പർ ഈസ് എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, നിങ്ങൾക്ക് എന്താണോ അവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത്. അതിപ്പോൾ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് അത് ഇൻറ്റിജർ ആയതുകൊണ്ട് എന്ത് കൊടുക്കുക, %d കൊടുക്കുക. അതിന് പകരം ഫ്ലോട്ടിംഗ് ആയിരുന്നെങ്കിൽ ഇവിടെ %f കൊടുക്കും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, %f കൊടുക്കുക, ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക. ഏകദേശം ഇതിൻ്റെ അതേ സിൻറ്റാക്സ്. എന്ത് മാത്രമില്ല, ആംപർസെൻറ്റ് മാത്രമില്ല. ഓക്കെ. ഇത് പിന്നെ നിങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എൻറ്റേർഡ് നമ്പേഴ്സ്, അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ. ബാക്കി കാര്യമായിട്ട് ചേഞ്ച് ഇല്ല. ഓക്കെ. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഫോർമാറ്റ് സ്ട്രിംഗ് വരാൻ കാരണം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫോർമാറ്റ് സ്ട്രിംഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെ ഔട്ട്പുട്ട് വരണമെന്നുള്ളത്. അപ്പോൾ ഒരു എറർ വന്നു അല്ലേ. നോക്കി എറർ നോക്കിയേ, ഇത് ഞാൻ വേണച്ചിട്ട് ആ എറർ ഉണ്ടാക്കിയതാണ്. ഇൻ ഫംഗ്ഷൻ മെയിൻ എക്സ്പെക്റ്റഡ് കണ്ടോ സെമികോളൻ ബിഫോർ ടോക്കൺ, അതായത് ഈ ടോക്കൺ ഇതല്ലേ ഇവിടെ കാണിക്കുന്നത് കണ്ടോ, ക്ലോസിങ് ടോക്കൺ. ഇതിന് മുന്നേ എന്ത് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സെമികോളൻ വേണമെന്ന് വെച്ചാൽ. അതായത് നമുക്ക് എവിടെ തെറ്റിയേ കണ്ടോ, നമ്മൾ ഈ പുതിയ ലൈൻ എൻ്റർ ചെയ്തപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, സെമികോളൻ കൊടുത്തിട്ടില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സെമികോളൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ. സോ ഇനിയൊന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെ കണ്ട എൻറ്റർ എ നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 4 എൻ്റർ ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, എൻറ്റേർഡ് നമ്പർ 4. ക്ലിയർ ആയോ? കണ്ടോ, മനസ്സിലായോ? സോ ഇതാണ് ആക്ച്വലി നമുക്ക് എന്തെന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ബേസിക് പ്രോഗ്രാം ഓഫ് പ്രിൻറ്റിങ്. സോ നിങ്ങളിത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതേപോലെ കുറേ ഫ്ലോട്ടിംഗ് പോയിൻറ്റോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സൊക്കെ എടുത്തിട്ട് അത് പ്രിൻ്റ് ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. സോ ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ജസ്റ്റ് നോർമൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ കവർ ചെയ്തു. ഏതൊക്കെയായിരുന്നു, പ്രീ പ്രോസസ്സർ, header files, main function, variable, data type, of course semicolon, printf and scanf statements. Okay, so this actually winds up first day section on your basic C program. So I hope നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ആവശ്യമുള്ളവരിത് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ നിങ്ങളെല്ലാവരും ഡേവ്സി പോലത്തെ ആപ്പ്, ഡേവ്സി ചെയ്യാൻ കുറച്ചും കൂടിയും എളുപ്പം, ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടിയും എളുപ്പം അതാണ്. കാരണം നമുക്ക് തെറ്റിയാലും അവർക്ക് തെറ്റില്ല. അതൊക്കെ ആകെ സെമിക്കോളം മാത്രം ശ്രദ്ധിച്ചാൽ മതി.
ഓക്കെ. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഇന്ന് തന്നിട്ടുള്ള ഈ ബേസിക് ഐഡിയ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ അതിൽ എന്തായാലും വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ അത് വെച്ച് ഇത് പ്രോഗ്രാം ഒന്ന് നോക്കി വെച്ചോളൂ. ഇതേപോലെ നിങ്ങൾക്ക് മാറ്റിയിട്ട് വേരിയബിളിൻ്റെ പേര് മാറ്റാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻറ്റിജറിന് പകരം വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ. ഇത് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് യു ക്യാൻ ആക്ച്വലി ഡു വിത്ത്. ഓക്കെ. സോ ദിസ് വൈൻഡ്സ് അപ്പ് അവർ ഫസ്റ്റ് ഡേ സെഷൻ. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.